everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ കർക്കിടകവാവിന് രാവിലെ ബലിയിടാൻ പോകുന്നതാണ് കേട്ടോ. രാവിലെ നോക്കിയപ്പോൾ ഭയങ്കര മഴ. അപ്പം ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനും അമ്മയും മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിലാണ് ബലിയിടാൻ വേണ്ടി പോകുന്നത്. കാരന്തൂരുള്ള ഹരഹര മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് ഉണ്ടാകുന്ന ടൈമിൽ അമ്മ എപ്പോഴും ബലിയിടാൻ പോവാറുണ്ടായിരുന്നത് ഈ പുതിയമ്പലത്തും പിന്നെ വരക്കലൊക്കെയാണ് കേട്ടോ. ഞാനാകെ കോഴിക്കോട് വരക്കലിൽ നിന്ന് മാത്രമേ ബലിയിട്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് ബലിയിടുക. അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്, അവിടെയാണ് ബലിയിടാറുണ്ടായിരുന്നത്. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ അൽസൂർ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് കേട്ടോ ബലിയിടാറ്. ഞങ്ങളൊരു 7:30 ആയ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ ഒരു ടൈമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ടുണ്ടാവും, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ബലിയിടാൻ വേണ്ടിയിട്ട്. നിന്നോട് എത്ര നേരത്തെ ഞാൻ നീറ്റിട്ട് റെഡി ആവാൻ വേണ്ടി പറഞ്ഞാന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോൾ പോയാലും തിരക്കുണ്ടാവും. യൂഷ്വലി ഞാൻ ഈ കർക്കിടക മാസത്തെ വാവിനും തുലാമാസത്തെ വാവിനും ഞാൻ ബലിയിടാറില്ല. ഞാൻ എൻ്റെ മൂത്ത മാമൻ്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് മാത്രമേ ബലിയിടാറുള്ളൂ. ഇപ്രാവശ്യം കർക്കിടക വാവിന് ബലിയിട്ടേക്കാമെന്ന് കരുതി. ഞങ്ങൾ വന്ന ടൈമിൽ ബലിയിടാനുള്ള ക്യൂ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ ക്യൂവിൽ കയറി നിന്ന്. ഞങ്ങൾ എവിടെയും അമ്പലം എന്നുള്ളത് കണ്ടിട്ടില്ലായിരുന്നു. അമ്പലത്തിൻ്റെ ബോർഡ് മാത്രം ഇങ്ങനെ കാണാമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് തൊട്ടടുത്തായിരിക്കും അമ്പലം എന്നുള്ളത്. പിന്നെ ഞാനൊന്ന് വെറുതെ പോയി നോക്കി. അമ്മ ക്യൂവിൽ നിന്നപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കി അമ്പലം എവിടെയാണെന്ന് കാണണമല്ലോ എന്ന്. പോയി നോക്കിയിട്ട് അമ്പലം എത്തുന്നില്ല, ഈ ക്യൂ മാത്രമേ കാണുന്നുള്ളൂ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവസാനം എന്തായാലും അമ്പലം എന്തായാലും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇറങ്ങി നടന്ന് പോയിട്ട് എന്നിട്ടും കാണുന്നില്ല, ഒരു എൻഡ് കാണുന്നേ ഇല്ല. ഞാനപ്പോൾ ഓരോരോ അമ്പലത്തിൻ്റെ ഈ ബോർഡ് കാണുമ്പോഴും ഇതാ എത്തി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ല. നോക്കുമ്പോൾ 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ക്യൂ ആണ്. ക്യൂ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. ഒന്നാമത് അത്രയും ബാക്കിലാണ് ഞങ്ങൾ. പിന്നെ ആൾക്കാർ വന്ന് ക്യൂവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയുള്ള കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കോട്ടൊന്നും ഊരാനൊന്നും നിന്നില്ല. ആ കോട്ടിട്ടിട്ട് അങ്ങനെ തന്നെ നിന്നു. ഈ ബലിതർപ്പണം ചെയ്യുന്ന എൻട്രൻസ് എത്താനായ സമയത്താണ് ഞങ്ങൾ കോട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗിലേക്ക് വെച്ചത്. യൂഷ്വലി ഈ കർക്കിടവാവിൻ്റെയും തുലാമാസത്തെ വാവിൻ്റെ ടൈമിലൊന്നും ഞാനങ്ങനെ ബലിയിടാൻ പോകാത്തതുകൊണ്ട് ഇത്രയും ക്യൂ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുറേ പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തവരും സയൻസിൽ വിശ്വസിക്കണം, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് അമ്പലത്തിൽ പോലും പോകാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സൊസൈറ്റി മാത്രമല്ല, ഇപ്പോഴും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ള ഈ ക്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞങ്ങളാണെങ്കിൽ 7:45 ക്യൂ നിന്നിട്ട് ബലിയിടാൻ പറ്റിയത് ഓൾമോസ്റ്റ് 12:30 ആയപ്പോഴാണ്. ഓൾമോസ്റ്റ് ഒരു 4-4.25 മണിക്കൂറിൻ്റെ അടുത്ത് ക്യൂ നിന്നു. ക്യൂ അവസാനിക്കുന്നത് പുഴേൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഏത് പുഴയാന്ന് ഞാൻ പറഞ്ഞു തരാം. അവിടെ നമുക്ക് റെസിപ്റ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ വാവുബലീൻ്റെ റെസിപ്റ്റ് എടുക്കേണ്ടത്. റെസിപ്റ്റ് എടുത്തിട്ട് ആദ്യം നമ്മൾ പോകുന്നത് പൂനൂർ പുഴയിലേക്കാണ്. പൂനൂർ പുഴയിൽ പോയിട്ട് മുങ്ങിക്കുളിച്ചതിന് ശേഷമേ ഉള്ളൂ ബലിയിടാനുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാലോ, ബാംഗ്ലൂരിലുള്ള ടെമ്പിൾസിലെ പോലെയല്ല കേരളത്തിലെ ടെമ്പിൾസിൽ വീഡിയോഗ്രാഫീസ് ആൻഡ് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഔട്ട്സൈഡ് വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇൻസൈഡ് വ്യൂസിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയിട്ട് മുങ്ങിക്കുളിച്ച് വന്നിട്ടേ ഉള്ളൂ അമ്പലത്തിൽ ദർശനം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ബലിയിടലും ദർശനമൊക്കെ കഴിഞ്ഞു. പുതിയ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.